സോ എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ LP സ്കൂൾ ടീച്ചർ 2022 ചോദിച്ചൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഇവിടെ നോക്കിയേ 0.2 ഹോൾ ക്യൂബ് മൈനസ് 0.1 ദ ഹോൾ ക്യൂബ് ഡിവൈഡഡ് ബൈ 0.2 ദ ഹോൾ സ്ക്വയർ പ്ലസ് 0.2 ഇൻറ്റു 0.1 പ്ലസ് 0.1 ദ ഹോൾ സ്ക്വയർ എന്നാണ് ചോദ്യം. സോ നമുക്ക് ഇതിനെല്ലാത്തിനെയും കൂടെ വിപുലീകരിച്ചങ്ങ് എഴുതാം. 0.2 ദ ഹോൾ ക്യൂബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0.2 ഇൻറ്റു 0.2 ഇൻറ്റു 0.2 ആണ് അല്ലേ, മൈനസ് 0.1 ഇൻറ്റു 0.1 ഇൻറ്റു 0.1 ഡിവൈഡഡ് ബൈ 0.2 ഇൻറ്റു 0.2 പ്ലസ് 0.2 ഇൻറ്റു 0.1 പ്ലസ് 0.1 ഇൻറ്റു 0.1 ഇങ്ങനെ എഴുതാമല്ലോ അല്ലേ. ഇനി നമുക്കിതിനെ ഗുണിച്ച് നോക്കാം അല്ലേ. 0.2 ഇൻറ്റു 0.2 ഇൻറ്റു 0.2 2 ഇൻറ്റു 2 ഇൻറ്റു 2 എത്രയാണ്? 8 ആണ് അല്ലേ, അത് നമുക്കറിയാം. ഇവിടെ നോക്കിയേ, പോയിൻ്റ് കഴിഞ്ഞിട്ട് 1 2 3 സംഖ്യകളാണുള്ളത്. സോ ഇവിടെയും നമുക്ക് പോയിൻ്റ് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം? 3 സംഖ്യ കിട്ടണം. 8 ഓൾറെഡി ഉണ്ട്, അപ്പം ഇനി ബാക്കി എത്ര എണ്ണം വേണം? 2 0 വേണം അല്ലേ, മൈനസ്. സോ 0.008 എന്ന് കിട്ടി, മൈനസ്. ഇവിടെ നോക്കിയാൽ 0.1 0.1 0.1 ആണ്. അത് എത്ര തന്നെയാണ്? 1 തന്നെയാണ് അല്ലേ. 1 ഇൻറ്റു 1 ഇൻറ്റു 1 1 തന്നെയല്ലേ. ഇനി ഇവിടെ എത്ര പോയിൻ്റ് കഴിഞ്ഞിട്ട് എത്ര സംഖ്യകളുണ്ട്? 1 2 3. സോ അപ്പോൾ ഇവിടെ നമുക്ക് 3 സംഖ്യകൾ കഴിഞ്ഞിട്ടാണ് എന്ത് വേണ്ടത്? പോയിൻ്റ് വേണ്ടത്. 0.001 എന്ന് കിട്ടി. ഇനി ഇവിടെ നോക്കിയാൽ 0.2 ഇൻറ്റു 0.2 അത് എത്രയാണ് വരിക? 2 ഇൻറ്റു 2 4 ആണ്. ഇവിടെ പോയിൻ്റ് കഴിഞ്ഞ് 2 സംഖ്യകളാണുള്ളത്. സോ 0.4 കഴിഞ്ഞിട്ടാണ് എന്ത് ചെയ്യേണ്ടത്? പോയിൻ്റ് ഇടേണ്ടത്. പ്ലസ് 0.2 ഇൻറ്റു 0.1 1 ഇൻറ്റു 2 എന്ന് പറഞ്ഞാൽ 2 ആണ്. ഇനി ഇവിടെ എത്ര സംഖ്യകളാണ് പോയിൻ്റ് കഴിഞ്ഞിട്ട്? 1 2. അപ്പോൾ 2 സംഖ്യകൾ കഴിഞ്ഞിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? പോയിൻ്റ് ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ ഇവിടെ 0.02 എന്ന് കിട്ടി. പ്ലസ് ഇവിടെയും 2 സംഖ്യകളാണ് അല്ലേ. 2 സംഖ്യകൾ കഴിഞ്ഞിട്ടാണ് പോയിൻ്റ് ഇട്ട് കൊടുക്കേണ്ടത്. 0.01. ഇതിങ്ങനെ നമുക്ക് കിട്ടും 0.007 ബൈ 0.07 എന്ന് കിട്ടും അല്ലേ. സോ ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും, ഇവിടെ പോയിൻ്റ് കഴിഞ്ഞിട്ട് 0.07 പോയിൻ്റ് കഴിഞ്ഞിട്ട് 3 സംഖ്യകളാണുള്ളത്. ഇവിടെ പോയിൻ്റ് കഴിഞ്ഞിട്ട് 2 സംഖ്യകളാണുള്ളത്. ഇപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം, ഒറിജിനൽ നമ്പർ ആദ്യം എഴുതാം, 7/7 അല്ലേ. ഇനി ഇവിടെ മുകളിൽ 3 താഴെ 2, അപ്പോൾ ഇവർ തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് 1. സോ നമുക്ക് താഴെ എന്ത് ചെയ്യാം? അതായത് താഴെ ഈക്വൽ ആവണമെങ്കിൽ, ഈ 3 പോലെ തന്നെ താഴെ ആവണമെങ്കിൽ ഈ 7നെ എന്തുകൊണ്ട് ഗുണിച്ചാൽ മതി? 10 കൊണ്ട് ഗുണിച്ചാൽ മതി അല്ലേ. സോ നമുക്കറിയാം 7 7 വെട്ടിപ്പോയി കഴിഞ്ഞാൽ 1 ആവും. സോ 1/10 എന്ന് കിട്ടും. 1/10 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 0.1 ആണ്. ഓക്കെ.